തലമുറകൾക്ക് അക്ഷരവെളിച്ചം നൽകിയ വിദ്യാലയമായിരുന്നു ഇത്. കുട്ടികളുടെ കളിച്ചിരികൾ മുഴങ്ങേണ്ട ഈ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിന് മരണമണി മുഴങ്ങി. സ്കൂളിലെ പ്രധാന അധ്യാപിക വിരമിച്ചു. അധ്യാപകർ ഇല്ലാതായി. അവശേഷിച്ച 32 വിദ്യാർത്ഥികൾ TC വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോയി. പ്രൊട്ടക്ഷനിലുള്ളത് ഒരു പ്യൂൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്ന ഈ 31 പിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ അധ്യാപകരില്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളെ ഇവരെ കൊടുക്കാതിരുന്നതാണ്. സ്കൂൾ മാനേജ്മെന്റിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു. കുണ്ടറ വിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളിന്റെ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. സ്ഥിരം അധ്യാപകരുടെയോ താൽക്കാലിക അധ്യാപകരുടെയോ നിയമനമുണ്ടായില്ല. പ്രധാന അധ്യാപിക വിരമിച്ചതോടെ ഒരു സ്ഥിരം ഓഫീസ് ജീവനക്കാരൻ മാത്രമായി. ഇതോടെയാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് TC വാങ്ങിയത്. അധ്യാപകരില്ലാത്തതിൻ്റെ പേര് വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടുത്തണ്ട എന്ന് ഉള്ള ഒരു PTM വിളിച്ച് രക്ഷകർത്താക്കൾ ഇതെല്ലാം വന്ന് അവരുടെ കുട്ടികളെ മറ്റു സ്കൂളിലേക്ക് കൊണ്ടുപോയിരിക്കുക. അതാണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ വന്നത്. ഒരു നാടിനെയാകെ വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ സ്കൂളാണ് അടച്ചുപൂട്ടിയത്. അടുത്ത അധ്യയന വർഷമെങ്കിലും സ്കൂൾ തുറക്കാനുള്ള നടപടികൾ മാനേജ്മെന്റിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.